തിരുവനന്തപുരത്തും CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ്. നിരവധി സ്ത്രീകളുടെ പണം സംഘം തട്ടിച്ചു. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 10 വനിതകളാണ് പരാതി നൽകിയത്. തട്ടിപ്പ് നടത്തിയ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻ കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ V മുരളീധരനാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം CSR ഫണ്ടിന്റെ മറവിൽ തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. CSR ഫണ്ടിന്റെ മറവിൽ തിരുവനന്തപുരം ജില്ലയിലും വ്യാപകമായി തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പരാതി. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 10 വനിതകൾ പരാതി നൽകി. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. പണമടച്ച് 1 വർഷം കഴിഞ്ഞിട്ടും സാധനങ്ങൾ ലഭിച്ചില്ല. മോഹൻദാസ്, ഗിരിജ എന്നിവരാണ് ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയത്. ഈ സൊസൈറ്റിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരന്റെ ചിത്രവും ഇവരുടെ വെബ്സൈറ്റിൽ കാണാം. ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ വന്ന് കരമന ആസ്ഥാനമാക്കിയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റിന്റെ കീഴിൽ CSR ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, കോഴിക്കൂട്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഈ 3 സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പകുതി പൈസ, നമ്മൾ 10,000 രൂപയുടെ മെഷീൻ ആണെങ്കിൽ 5,000 രൂപ അടച്ചാൽ മതി. 25-നാണെങ്കിൽ 12,500. അങ്ങനെ ഏത് സാധനം എടുത്താലും പകുതി പൈസ അടച്ചുകൊണ്ടുള്ള ഒരു സ്കീമാണെന്ന് പറഞ്ഞു. വനിതകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ, ലേഡീസിനുള്ള സ്കൂട്ടർ ഇതേപോലെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിനും കുറേ പേര് പൈസ അടച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്കൊക്കെ വണ്ടി അവിടെ ഇവിടെയായിട്ടൊക്കെ 1-2 വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതനുസരിച്ച് ബാക്കി ഒരുപാട് പേര് അവർ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ആ സ്കീമിൽ ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ചേർന്നെങ്കിലും നമ്മളെന്ന് 56,000 രൂപയുടെ ബില്ലാണ് തന്നിട്ടുള്ളത്. 62,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. 66,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളവർക്ക് 60,000 രൂപയുടെ ബില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളമായി ഈ ക്യാഷ് നമ്മൾ അടച്ചിട്ട് നമുക്ക് അവരൊരു റെസിപ്റ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഈ കബളിപ്പിക്കണം എന്നുള്ള വിവരം നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഇത് ഞങ്ങളിൽ നിന്ന് ഇവർ ഈ തുക ഈടാക്കുകയും ഇപ്പോൾ യഥാർത്ഥത്തിൽ 56 രൂപ രസീത് ഞങ്ങൾക്കുള്ളിൽ ഞങ്ങളിൽ നിന്ന് 62 രൂപ അവർ ഈടാക്കി. ഈ ആക്റ്റീവ വണ്ടിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അനിതകുമാരി, ഹേമ R ചന്ദ്രൻ, നീതു, ദേവിക BR, ഗായത്രി, ബിനുകുമാരി, അഞ്ജു V നാഥ്, അനഘ, സിന്ധു, അഖില എന്നിവരാണ് നിലവിൽ പോത്തൻകോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ആണ്ടൂർക്കോണം, മംഗലപുരം പഞ്ചായത്തുകളിലും നിരവധി പേർക്ക് സമാനമായി പണം നഷ്ടമായിട്ടുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുമെന്നാണ് വിവരം. ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പോത്തൻകോടിലെ ഓഫീസ് പൂട്ടിയ നിലയിലാണ്. പണം കൈപ്പറ്റിയ മോഹൻദാസ്, ഗിരിജ എന്നിവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി ബന്ധമുള്ളവരാണോ പ്രതികളെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.